എന്നാൽ പെർഗമോൻ സഭയ്ക്ക് ദൈവം ദൂതുകൾ ആലയിടുമ്പോൾ തികച്ചും വ്യത്യസ്തമായാണ് പരിശുദ്ധാത്മാവിന്റെ ദൂത് കൊടുത്തിരിക്കുന്നത്. Church of Pergamos, the word, the message is different. നീ ജയിക്കാൻ തയ്യാറായാൽ മറഞ്ഞിരിക്കുന്ന ചിലത് നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. And if you are an overcomer, then I will give you something hidden. ജയിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് മറഞ്ഞിരിക്കുന്ന സ്തോത്രം മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത്. The mysteries which are hidden, God will reveal it to those who overcome. ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം അനേക വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. And God has given us a lot of promises. ഇന്ന് പലതും മറഞ്ഞിരിക്കുകയാണ്. Now the promises are hidden. നമ്മുടെ ആരാധന സ്തോത്രത്തിൽ നാം നമ്മുടെ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് ദൈവശക്തിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ സ്തോത്രം മറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളോരൊന്നും വെളിപ്പെട്ട് വരുവാൻ തന്നെ ഇടയായിത്തീരും. If you are hidden in the power of the presence of God and the power of the Holy Ghost and worship Him in truth and spirit, and the hidden mysteries, the hidden promises will come out in action. ശൗലിനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും അവനെ നിയന്ത്രിക്കുന്ന ഒരു ദുരാത്മാവിന്റെ ശക്തിയാണ്. If you look at the first kings of Israel, Saul, and even though he is a king, he is controlled by an evil spirit. ദാവീദിന് മനസ്സിലായി. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ സ്തോത്രം അവിടെ ആ ശക്തി ആ ശബ്ദം കേൾക്കുമ്പോൾ ദുരാത്മാവിനെ സ്വർഗ്ഗം ശാസിക്കും. David understood this, and when he was playing the harp, the Saul, the king, was controlled by the evil spirit. ആത്മീയ ശക്തിയോടെ സ്തോത്രം നമ്മുടെ ശബ്ദങ്ങൾ പുറത്തു വന്നാൽ അഭിഷേകത്തോടെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരം ചലിച്ചാൽ നിയന്ത്രിക്കാൻ സ്തോത്രം കഴിയാത്ത ശക്തി നമ്മൾ വന്നു കഴിയുമ്പോൾ ദേശത്തുള്ള ദുർശക്തികൾ ശാസിക്കപ്പെടുവാൻ ഇടയായിത്തീരും. The same thing can happen in our life if we worship in spirit. Hallelujah, we are connected with the kingdom, the power of the kingdom of God. Hallelujah. Once you worship in truth and spirit, then the evil spirits from this nation will come out. നമ്മൾ ആത്മശക്തിയോടെ ആരാധിച്ചാൽ ദേശത്ത് വ്യാപരിക്കുന്ന ദുർമണ്ഡലങ്ങൾ ശാസിക്കപ്പെടുകയാണ്. The evil forces, the darkness of this world will be rebuked. Once we worship in truth and spirit. അനേകർക്ക് ആത്മീയമായി മുന്നേറാൻ കഴിയാതെ ആ ശക്തി അനേകരെ നിയന്ത്രിക്കുകയാണ്. Many people, they cannot go forward in the spiritual realm. Because they are controlled by the powers of darkness. നിയമത്തിലേക്ക് ഇസ്രായേൽ ജനം ഫലസ്തീനുമായി യുദ്ധം ചെയ്യാൻ കടന്നുപോയ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരാം. Let us come to the Old Testament where Israel people they came to fight against the Philistines. ഫലസ്തീൻ അഫ്യോക്കിലും ഇസ്രായേൽ ജനം എബനേസറിലും പാളയം ഇറങ്ങിയതായിട്ട് ഇവിടെ കാണുന്നു. The Philistines were gathered at Sukkot, and the people in Azek. താഴ്വരയിലായപ്പോൾ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായി. When people were in the valley of Elah, there was a lot of problems happened in their life. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. അത് കാരണം അവർ വലിയ പ്രതികൂലങ്ങളോട് കടന്നുപോയി. ആ യുദ്ധത്തിൽ 4000 പട്ടുപോകാൻ ഇടയായി തീർന്നു. At that time, there was no presence of God. Then 4000 people got killed. തോൽവി സംഭവിച്ച ഫലസ്തീനത്തിലല്ല, ഇസ്രായേലിന്റെ ഇടയിലാണ് തോൽവി സംഭവിച്ചത്. Because the presence of God was not with Israel people, yes, they had to fail, and they were defeated in the presence of Philistine army. ഇസ്രായേൽ മക്കൾ അപ്പോൾ തീരുമാനിച്ചു, യോർദാനെ വെച്ച ദൈവത്തിന്റെ പെട്ടകം ശിലോവിലുണ്ട്. ജീവിതത്തിൽ പരാജയം വന്നപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ പെട്ടകത്തെ കുറിച്ചുള്ള ചിന്ത അവരുടെ ഉള്ളത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. So the sons of Eli, Hophni and Phinehas, they thought, let us bring the ark of the covenant to the field. Because the presence of God is not here, that's why we failed. So let us bring the ark of the covenant to us. ജനം ശിലോവിൽ നിന്ന് പെട്ടകവുമായി പാളയത്തിൽ എത്തുവാൻ ഇടയായി തീർന്നു. People brought the ark of the covenant from the temple to the valley where they were fighting. ജനം പാളയം കണ്ട ദൈവത്തിന്റെ സാന്നിധ്യം പെട്ടകം കണ്ടപ്പോൾ ആർക്കുവാൻ തുടങ്ങി. Yes, people, when they saw the ark of the covenant, they started praising and worshiping, and they started making noises. ആർപ്പിന്റെ ശബ്ദം ശത്രുപാളയത്തിൽ ചെന്നു. The people shouted, and the sound of the shout came to the enemy's camp. ഫലസ്തീനപാളയം കുലുങ്ങിയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And once they shouted, the Philistines' army got shaken. ഫലസ്തീനർക്ക് അറിയാം ദൈവത്തിന്റെ പെട്ടകം എവിടെ വന്നോ അവിടെ അവർക്ക് വിജയം ഉണ്ടാകും എന്നുള്ളത് ശത്രുവിന് അറിയാമായിരുന്നു. And Philistines had a great knowledge that wherever the presence of God, when the ark comes, yes, they will win the battle. വീണ്ടും പെട്ടകവുമായി ഇസ്രായേൽ ജനം യുദ്ധത്തിന് മുന്നോട്ട് പോവുകയാണ്. Now Israel people, they carried the ark and they moved forward for the battle. അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ
യുദ്ധത്തിലും പെട്ടവണ്ണം ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നിട്ടും ഹല്ലേലൂയ സ്വതം 30,000 പേർ പട്ടുപോയതായിട്ട് ഇവിടെ കാണുന്നു. Even at that time, hallelujah, when the ark was with the Israel people, 30,000 people got killed at the same day. ആമേൻ ഹല്ലേലൂയ പെട്ടകം ചലിച്ചപ്പോൾ അനുഗ്രഹം ഹല്ലേലൂയ എല്ലാം പുറപ്പെട്ടത് ചിലതിനെ വെട്ടിക്കളയാൻ തക്കണം ദൈവം ഇറങ്ങി വന്നു. In the process of the ark, there was as they expected, there was no blessing happened, but hallelujah, a lot of people got killed. ആമേൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം നാം കൊടുത്തില്ലെങ്കിൽ ഈ പെട്ടകം ന്യായം വിധിക്കുന്ന പെട്ടകമാണെന്ന് ഹല്ലേലൂയ നാം മറന്നു പോകരുത്. This ark is ark of judgment. If you don't give the glory and honor to the real God. ആമേൻ ഹല്ലേലൂയ ആമേൻ അത് കാരണം ഹല്ലേലൂയ ഈ പെട്ടകം ഫലസ്തീനെ പിടിച്ചുകൊണ്ട് പോകാൻ ഇടയായി തീർന്നു. Because hallelujah, they were not giving glory to God. Hallelujah, the ark was captured by the Philistines army. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഹല്ലേലൂയ പെട്ടകം വെക്കാൻ ഇടയായി And they put the ark in the hallelujah, the temple of Dagon. ആമേൻ ഹല്ലേലൂയ പിറ്റേ ദിവസം ഹല്ലേലൂയ അവരെ ഫലസ്തീർ നോക്കിയപ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ ദേവനായ ദാഗോൻ താഴെ വീണ് കിടക്കുന്നതായിട്ട് കണ്ടു. And Philistines came in the morning to see him. Hallelujah, came to the Dagon's temple and they saw hallelujah, Dagon's idol. He broken down and fell on the floor. ആമേൻ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അതിനുശേഷം പലവിധ വ്യാധികൾ വരുവാൻ ഇടയായി തീർന്നു. They had all kind of pestilences. They were afflicted by hallelujah plagues from God. ആമേൻ അവർ ആ പെട്ടകം ഹല്ലേലൂയ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. They were carrying the ark from the Philistines' place and they brought it to the house of Abinadab. ആമേൻ അബീനാദാബിന്റെ വീട്ടിൽ ഹല്ലേലൂയ ഏകദേശം 20 വർഷക്കാലം പെട്ടകം ഹല്ലേലൂയ ഇടയായി തീർന്നു. And 20 years hallelujah, the ark was in the house of Abinadab. ആമേൻ യാതൊരു വ്യത്യാസവും ഹല്ലേലൂയ തന്റെ ഭവനത്തിൽ ഉണ്ടായില്ല. But he had no change, nothing happened in his house. ആമേൻ ദാവീദ് ഹല്ലേലൂയ വിചാരിച്ചു ഈ പെട്ടകം അവിടെ ഇരുന്നാൽ ഹല്ലേലൂയ പോരാ യെരൂശലേമിലേക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. David thought yes, the ark should not be sitting in Abinadab's house, so I'm going to bring this hallelujah ark to the city of David. ആമേൻ യെരൂശലേമിലുള്ള 30 വിരുദ്ധന്മാരുമായി ഹല്ലേലൂയ കിന്നരം വായിക്കുന്നതും ആദ്യം വായിക്കുന്നതും ഒക്കെയും ഹല്ലേലൂയ സ്വന്തം ആൾക്കാരുമായി ഹല്ലേലൂയ ഒരു പുതിയ കാളവണ്ടിയുമായി ഹല്ലേലൂയ അബീനാദാബിന്റെ ഹല്ലേലൂയ കുന്നിന്മുള്ള ഭവനത്തിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. Yes, David was yes in the multitude of people. Yes, he was carrying the ark hallelujah with the 30 mighty men. Hallelujah, they put the ark on the hallelujah ox cart on the oxen. ആമേൻ ഹല്ലേലൂയ അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ അവർ ഹല്ലേലൂയ പെട്ടകം എടുത്ത് ആ കാളവണ്ടിയിൽ വെക്കാൻ ഇടയായി തീർന്നു. They put the ark on the ox cart. ആമേൻ അബീനാദാബിന്റെ വീട്ടിൽ 20 വർഷമായിരിക്കൊണ്ട് അവരുടെ മക്കളായ ഉസ്സായിക്കും അഹിഗോവിനും വണ്ടി തെളിയിക്കാൻ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് അനുവാദം കൊടുത്തു. Because the ark was in the house of Abinadab, hallelujah, for 20 years, hallelujah, they gave permission to Uzzah, the children of Abinadab, Uzzah and Ahio, and they were hallelujah with the ark to bring it from Abinadab's house. ആമേൻ ജനങ്ങളിലൂടെ തമ്പൂരും ഹല്ലേലൂയ വീണയൊക്കെയും വായിച്ച് ഹല്ലേലൂയ നൃത്തം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. And the people were hallelujah having musical instruments like pipes and hallelujah and all kind of music they were playing. ആമേൻ നാഹോവന്റെ കളത്തിന്റെ ആൾക്കാർ വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഈ കാള വിരലുവാൻ ഇടയായി തീർന്നു. And hallelujah, the ark was shaken because the oxen hallelujah they get trembled. ആമേൻ ഹല്ലേലൂയ ഈ പെട്ടകം ചലിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ കാളവണ്ടിക്ക് ഹല്ലേലൂയ പെട്ടകത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. When the ark got shaken when the oxen was trampled, hallelujah, and the ark fell down on the floor. ആമേൻ ഹല്ലേലൂയ ആമേൻ കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ കാളകൾ വിരണ്ടു പോയി ഹല്ലേലൂയ പെട്ടകം മറിയുവാൻ തക്കണം ഇടയായ സാഹചര്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഈ പാരമ്പര്യ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഉള്ള ഹല്ലേലൂയ ഉസ്സാ 20 വർഷത്തെ പാരമ്പര്യമുണ്ട് പെട്ടകമായിട്ട് അടുപ്പമുണ്ട് ഹല്ലേലൂയ കേറി പിടിക്കുവാൻ ഇടയായി തീർന്നു. Uzzah had 20 years of experience with the ark of the covenant, but he didn't know what to do, but he touched the ark and because it was falling down from the ox cart when the oxen were trembling and afraid. ആമേൻ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ ബഹുമാനിക്കാത്തവനെ ആരാധിക്കാത്തവനെ സ്തോത്രം പറയാത്തവനെ ദൈവം അവിടെ വെച്ച് സംഹരിച്ചു കളയാൻ ഇടയായി And the person, yes, even though the ark was in his house, he was not worshiping God the way he was supposed to worship God, and hallelujah, he didn't know how to worship the Lord, so hallelujah, he did which is an ungodly thing that he touched the ark, and because of his action, he died on the spot. ഹല്ലേലൂയ അബീനാദാബിന്റെ വിവരങ്ങളൊക്കെ അറിയാവുന്നിട്ടും താൻ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുത്തില്ല ഈ പെട്ടകം നമ്മൾ ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടതാണെന്നും ഹല്ലേലൂയ ഭയം ബഹുമാനത്തോടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കൈകാര്യം ചെയ്യണമെന്നൊന്നും പറഞ്ഞു കൊടുക്കാഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പാരമ്പര്യം ഉണ്ടായിട്ടും ഹല്ലേലൂയ ഇവൻ ഹല്ലേലൂയ ആമേൻ നശിച്ചു പോകാൻ ഇടയായി തീർന്നു. Uzzah had 20 years of experience with the ark, but hallelujah, Abinadab, the father did not teach them how to deal with the worship, or how to deal with the presence of God.
Hallelujah. So Uzzah, hallelujah, he did something ungodly and he died on the spot. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം അവന് മേൽ ജ്വലിച്ചു എന്നാണ് വചനത്തിൽ And the പറഞ്ഞിരിക്കുന്നത്. anger of the God kindled upon Uzzah. ആമേൻ. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ദൈവത്തിന് അതൊന്നും കാര്യമില്ല. God doesn't care about your experience. ആമേൻ. അങ്ങനെയെങ്കിൽ ഉസ്സയെ ദൈവം വെട്ടിക്കളഞ്ഞെങ്കിൽ നമ്മുടെ പ്രവാസകാലം നാം എത്ര ഭയത്തോടെ കഴിക്കണം. If God cut down Uzzah at that same spot because he touched the ark, hallelujah, how fearful we should be. Hallelujah, spending our sojourning in the presence of the Lord. ആമേൻ. ആ ചെറിയ പെട്ടകം എടുത്തുകൊണ്ട് പോകാൻ സ്വതന്ത്രം വീണക്കാരും തമ്പൂരും കൈത്താളക്കാരും വാദ്യഘോഷക്കാരും ഏകദേശം 30,000 പേരുണ്ടായിരുന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. There were almost 30,000 people. They were using all kind of instruments made of firewood, even of harps and psalteries and timbrels and cornets and cymbals. ആമേൻ. അവരെല്ലാം ഈ ദൈവത്തിന്റെ കോപം അവിടെ ഉണ്ടായപ്പോൾ അവരെല്ലാം ഓടിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Once the anger of the Lord kindled against Uzzah and God smote him there for this error, and there he died by the ark of God. So all these people ran away. These 30,000 people dispersed from the presence of that spot. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. And it's written in the Bible that David feared the Lord that day. സ്വന്തം അവിടെ അടുത്തുള്ള സ്വന്തം ഒബേദോബിന്റെ ഭവനത്തിൽ ആ പെട്ടകം കൊണ്ടുവെക്കാൻ ഇടയായി. And they brought the ark to the house of Obed-Edom. ആമേൻ. പറയാനുള്ളത് ഈ പെട്ടകം ന്യായം വിധിക്കാൻ പെട്ടകമല്ല, ആരാധിക്കുന്നവനെ ഉയർത്തുക അനുഗ്രഹിക്കുന്ന പെട്ടകമാണെന്ന് അവന് മനസ്സിലായി. Obed-Edom understood something about this ark. Hallelujah. This ark is not the ark of judgment, but this ark is hallelujah, the ark of blessing. Hallelujah. If you worship in the way you're supposed to worship the real God, hallelujah, God will bless you. ഒബേദോബിന്റെ ഭവനത്തിൽ ഏകദേശം 3 മാസമേ മാത്രമേ അവിടെ ഇരുന്നുള്ളൂ. This ark was in Obed-Edom's house only for 3 months. അവന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തപ്പോൾ അവന് കുടുംബത്തെ അനുഗ്രഹിച്ചു എന്നുള്ള വിവരം കൊട്ടാരത്തിൽ ദാവീദ് രാജാവിന് കേൾക്കുവാൻ ഇടയായി. God bless Obed-Edom, hallelujah, for after keeping the ark in his house for 3 months, and hallelujah, this news came to the hallelujah palace of David. അവന്റെ നാട്ടിൽ 20 വർഷമായി ചലിക്കാതെയും ഒരു നന്മയും അവർക്ക് ലഭിക്കാതിരുന്ന ഈ പെട്ടകം 3 മാസം കൊണ്ട് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ സ്ഥിതി മാറ്റിയെങ്കിൽ സ്വത്രം ദൈവമക്കളെ നമ്മൾ വീണ്ടും മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. We need to come to the Lord, hallelujah. If Abinadab's house, the ark was sitting there for 20 years and nothing happened, but in Obed-Edom's house, the ark was only for 3 months, and God blessed Obed-Edom and his family. Hallelujah, God. Hallelujah. We need to worship the Lord the way we're supposed to worship Him. ആമേൻ. തന്റെ ഭവനത്തിന്റെ സ്ഥിതി ദൈവം മാറ്റുവാൻ ഇടയായി. God changed the hallelujah situation, condition of the house of Obed-Edom. ആമേൻ. ആരാധിക്കുന്ന പെട്ടകം ഉയർത്തും. Hallelujah. God will lift you up if you are a worshipper of God. സ്വത്രം ഇന്നലെ വരെ ചലിക്കാതിരുന്ന പെട്ടകം നമ്മുടെ ഓർത്തോടെ ഭവനങ്ങൾ നമ്മുടെ ആരാധനകൾ ചലിക്കട്ടെ. Let the presence of God move among us. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. If you are an overcomer, I will give you hidden manna. ആമേൻ. പെർഗമോസ് സഭയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3 തരത്തിലുള്ള ആളുകൾ ഗ്രൂപ്പുകൾ സഭയിൽ ഉണ്ടായിരുന്നു. In the book of in the church of Pergamos, there are 3 kinds of people. ആമേൻ. ആരാധിക്കുന്ന ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. There's one group of people, they hold fast the name of Jesus and worshiping the Lord. ആമേൻ. ബിലെയാമിന്റെ ഉപദേശം കൈക്കൊണ്ട ഒരു കൂട്ടർ. There's another set of people, they were keeping the Balaam's doctrine. ആമേൻ. എന്ന് പറഞ്ഞാൽ ലോകവുമായി കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്നവർ, ജാതികളുമായി ഇടകലർന്ന് ജീവിക്കുന്നവർ. Balaam's doctrine is to mingle the church with the worldly people. ആമേൻ. മൂന്നാമത് നിക്കോലേവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവര്. The third group, they were following the doctrine of Nicolaitans. ആമേൻ. ഈ 3 ഗ്രൂപ്പിനെ നോക്കിയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ജയിച്ചാൽ നിനക്ക് മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ നിനക്ക് തരുമെന്ന്. Holy Spirit is looking at all these 3 groups and says, if you are an overcomer, I will give you a hidden manna. ആമേൻ. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് സ്വന്തം പല കുറവുകൾ ഉള്ളതായിട്ടാണ് പെർഗമോസ് സഭയെ പറ്റി പറയുന്നത്. Pergamos church, God find a lot of mistakes. ആമേൻ. എങ്കിലും ജയിക്കാനുള്ള ഒരു ഘടകം തന്നെയുണ്ട്. But God says you still can overcome. ആമേൻ. അറിയാം നീ പാർക്കുന്ന സ്ഥലത്ത് സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു. Holy Spirit says, I know thy works and where thou dwellest, even where Satan's seat is, and thou hold fast my name and hast not denied my faith. Even in those days wherein Antipas was my faithful martyr,
who was slain among you where Satan dwelleth. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞിട്ട് നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. Yes, you hold fast my name. ആമേൻ. പാർക്കുന്നിടത്ത് ഹല്ലേലൂയ എന്റെ സാക്ഷിയും വിശ്വാസദാസനായ അന്തിപ്പോസിന്റെ കാലത്ത് ആമേൻ അവനെ കൊന്ന കാലത്ത് പോലും ദൈവത്തിലുള്ള വിശ്വാസം നീ നിഷേധിച്ചിട്ടില്ല. You did not deny your faith even in those days where Antipas was my faithful martyr who was slain among you where Satan dwelleth. ആമേൻ. ഹല്ലേലൂയ. രണ്ട് ഗുണങ്ങളുള്ളതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ജയിക്കുമെങ്കിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന മന്ന നിനക്ക് വെളിപ്പെടുത്തി തരും. God says you have two qualities. Yes, hallelujah. If you are an overcomer, I will give you hidden manna. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവം തന്റെ ഹല്ലേലൂയ മക്കൾക്ക് ഹല്ലേലൂയ കൊടുക്കുന്ന ഒരു വെളിപ്പാടാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദാവീദ് കൂടി കേട്ടത് നീ സംഗ്രഹിച്ചതും ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രർ കാണുക നീ പ്രവർത്തിച്ചുമായ നിന്റെ നന്മ എത്ര വിലയേറിയതെന്ന്. And David says, how great is your goodness. Hallelujah. Whichever way you are blessing the godly people. ആമേൻ. ഹല്ലേലൂയ. അറിഞ്ഞിരിക്കുന്ന മന്നകൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുക ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അതിന്റെ തക്ക സമയത്ത് കാലകാലങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ ആമേൻ ദൈവം ഒരുക്കി തരും. God will give us hallelujah the hidden manna. Yeah, hallelujah. Time after time, if you wait upon Him and worship Him in truth and spirit. പലർക്കും ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൽ തണുത്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. Many people when they look around, once they face obstacles and problems in their life, their love grow cold, their faith grow cold. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വിശ്വാസികളെ അബ്രഹാമിനെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഒരു ദിവസം രാവിലെ തപ്പി ഉണർത്തിയിട്ട് പറഞ്ഞു ഏകജാതന മകനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന്. In Old Testament we can see hallelujah one day in the morning God hallelujah touched Abraham and said hallelujah go and sacrifice your only son, hallelujah promised son, the son whom you love, his name is Isaac. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാം ഹല്ലേലൂയ ഇവരും ഹല്ലേലൂയ സാറയോട് സംസാരിച്ചില്ല. And I'm sure hallelujah Abraham did not talk to Sarah about it. ആമേൻ. ഹല്ലേലൂയ സാറയോട് സംസാരിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും ആ യാഗം ദൈവത്തെ അനുസരിക്കാൻ അബ്രഹാമിന് കഴിയുകയില്ലായിരുന്നു. I'm sure if she spoke to Sarah about this thing, hallelujah, he would not have the strength, hallelujah, to obey. Hallelujah, as God spoke to him. ആമേൻ. ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തിരുന്നു ഹല്ലേലൂയ സ്തോത്രം തലമുറയെ കൊടുക്കുമെന്ന്. God promised Abraham that I'm going to give you a promised child. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. എന്നാൽ സാറ ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തത്തിനെതിരായി ഹല്ലേലൂയ പിശാചുകൾ മന്ത്രിച്ചതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം അവനോട് പറഞ്ഞു ഹല്ലേലൂയ ദാസിയിൽ കൂടി ഹല്ലേലൂയ കുഞ്ഞുണ്ടാകട്ടെന്ന്. But hallelujah by the influence of the devil, Sarah hallelujah told Abraham, yes hallelujah you're going to have a baby hallelujah through the handmaid hallelujah Hagar. ആമേൻ. ദൈവത്തെ അനുസരിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിന് അതുപോലെ കഴിഞ്ഞില്ല. And so because Sarah's influence, Abraham could not obey God completely. ആമേൻ. ഹല്ലേലൂയ ശപിക്കപ്പെട്ട ജാതി ഹല്ലേലൂയ ലോകത്തിൽ ഉരുവാകാൻ തക്കനിടയായി തീർന്നു. And because of the disobedience or the misstep, hallelujah, there is a generation which would not serve God. Is still in the world. ആമേൻ. ഞാൻ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിനോട് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആമേൻ ആമേൻ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. Even before that, God has been talking to Abraham for a while. ആമേൻ. ഹല്ലേലൂയ കന്യമല്ല 13 വർഷം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതേ ഇല്ല എന്നാണ് അവിടെ ഹല്ലേലൂയ കാണുന്നത്. And if you go to Genesis 17, yes, the first verse we can see, hallelujah, God did not speak to Abraham for 13 years. ആമേൻ. അതുകൊണ്ടായിരിക്കും ഹല്ലേലൂയ അബ്രഹാം സാറായോട് ഈ വിവരം പറയാതിരുന്നത്. Maybe that's why I'm thinking, hallelujah, Abraham did not tell Sarah about the sacrifice of his son Isaac according to the promise of God. ആമേൻ. ഹല്ലേലൂയ ഇസാക്കുമായി ഹല്ലേലൂയ മോറിയാവിലേക്ക് അബ്രഹാം ഹല്ലേലൂയ കടന്നു പോവുകയാണ്. And now Abraham is walking, hallelujah, climbing up the Mount Moriah. ആമേൻ. അവിടെ നമുക്ക് ചരിത്രമൊക്കെ അറിയാം. ബാല്യക്കാരനുമായി ഹല്ലേലൂയ ആമേൻ താഴ്വരയിൽ ചെന്നപ്പോൾ ബാല്യക്കാരനോട് നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ ഒരു യാഗം കഴിച്ചിട്ട് ദൈവത്തിനെ മടങ്ങി വരാമെന്ന് പറഞ്ഞു. Now you know the story, hallelujah, while they were in the valley, they told the servant, use this here, hallelujah, me and my son going up and to the mountain and we're going to sacrifice make an offering and we'll come back. ആമേൻ. ഹല്ലേലൂയ. പിശാചിന് അറിയാം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈ യാഗം ഹല്ലേലൂയ നടന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ വലിയ വിജയമുണ്ടാകും. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ചിന്തിക്കുന്നു അബ്രഹാമിന് ചെയ്യുന്ന മന്ത്രിച്ചു കാണും നീ 25 വർഷം കാത്തിരുന്ന് ലഭിച്ച വാഗ്ദത്തമാണ് ഇസാഖ് ചില മണിക്കൂറുകൾക്ക് ഈ യാഗമെടുത്ത് കത്തിച്ചാകരമാകും എന്ന് അവരോട് പറഞ്ഞു കാണും. I am sure enemy was whispering in the ears of Abraham, yes, you've been waiting for 25 years and you got this son, hallelujah, you don't have to sacrifice this child. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ പറഞ്ഞു കാണും ഇസാഖിനെ തിരിച്ചു നടന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ഇസാഖിനെ കിട്ടും. ഹല്ലേലൂയ ആരാധന വേണമോ ഇസാഖിനെ വേണമോ ഹല്ലേലൂയ സ്തോത്രം ആ ഭക്തൻ പറഞ്ഞു ഹല്ലേലൂയ ആരാധന മതിയെന്ന്. And I'm sure enemy was talking hallelujah if you go back home without going to the mountain, yes, you can redeem the Isaac and hallelujah. So enemy is speaking to Abraham, do you want worship or do you want Isaac? Hallelujah. But Abraham might have said
yes, I don't need anything, I just want to worship. ആമേൻ. മകൻചാരമായാലും അബ്രഹാം ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന സന്തോഷത്തോടെ മല കയറുകയാണ്. Even though the sun may become ashes, and he had assurance that even from the ashes God could produce another Isaac, and so he was steadfastly going up to the on the top of the Mount Moriah. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിനോട് ഹല്ലേലൂയ നമ്മൾ ചോദിക്കുകയാണ്, അബ്രഹാമേ ജയിക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അബ്രഹാം പറയും, ഹല്ലേലൂയ ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ഹല്ലേലൂയ സ്തോത്രം എന്റെ കയ്യിലുള്ള ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. 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 ആയുധമെന്ന്. If you ask Abraham, what kind of weapon you have in your hand, and Abraham will say, yes, my strength and my confidence is worshiping the Lord. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഈ ചമാരത്തിൽ നിന്നും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വാഗ്ദത്തസന്ധിയായ ഇസ്രായേലിനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസം ഹല്ലേലൂയ ആമേൻ 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 അബ്രഹാമിനുണ്ടായിരുന്നു. Abraham had a great faith that even though my son died and hallelujah became an ashes, yes, hallelujah, my God is able to resurrect and Isaac from these ashes. ആമേൻ. അവിടെ ഇസ്ഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ വിറകുണ്ട്, ആമേൻ കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന്. And Isaac is on the way. He's asking to the dad, we have the fire, and we have the fire, we have the knife, and we have the wood, but where is the lamb? ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിന് പറയാനുള്ള ദൈവം ഉള്ളത്തിൽ കൊടുത്ത വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രമാണ്. ആമേൻ. മകനെ ദൈവം കരുതിക്കൊള്ളും. And this is the word of faith. Hallelujah. That's what Abraham spoke to his son. Yes, he said, son, God shall provide. ആമേൻ. ഈ ചോദ്യങ്ങളെല്ലാം ജീവിച്ച് ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ ഇസ്ഹാക്കും മലയുടെ മുകളിലെത്തി. After all these questions and everything, now Abraham, the father and son, Abraham and Isaac, yes, they reached to the top of the mountain. ആമേൻ. അവർ രണ്ടുപേരും ചേർന്ന് ഹല്ലേലൂയ യാഗപീഠം അവിടെ ഉണ്ടാക്കി. Now they made an altar on the top of the mountain. ആമേൻ. യാഗപീഠത്തിൽ വിറകുകൾ അടുക്കി. And he put all the woods in order. ആമേൻ. കൈകാലുകൾ കെട്ടി ഹല്ലേലൂയ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ വെച്ചു. Then he bound Isaac with his hands and legs and hallelujah put Isaac on the woods. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അവർ മല കയറുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം യാഗപീഠം പണിയുമ്പോഴും ഹല്ലേലൂയ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ വിശ്വാസം പറയുമ്പോഴൊന്നും സ്വർഗ്ഗം ചലിച്ചില്ല. And hallelujah, the heaven did not move. Yes, while they were climbing up the mountain, the heaven did not move once he put the wood in order. The heaven did not move. Hallelujah, once he put Isaac on the altar. ആമേൻ. കത്തി കയ്യിലെടുത്ത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ അബ്രഹാമേ എന്ന് രണ്ട് പ്രാവശ്യം വിളിക്കാൻ തുടങ്ങിയ. But once when Abraham took the knife in his hand and he wanted to stretch over Isaac, that's the moment heaven opened and hallelujah, the voice of God came from heaven. Abraham, don't touch your son. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ ഞാൻ ചിന്തിക്കുന്നു അബ്രഹാം ആ കത്തിയൂറയുടെ ഇല്ലായിരുന്നു. And if God only called him one time, I'm sure Abraham would not depart from hallelujah but doing the plan of God. കാരണം അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആരാധിക്കാൻ കടന്നു വന്നവനാണ്. Because Abraham, hallelujah, he was always wanted to hear the voice of God before he worshipped. അവിടെ കാണും ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് ഹല്ലേലൂയ പറയാൻ തുടങ്ങിയ. And he said, lay not thy hand upon the lad, neither do thou anything unto him. But now I know that thou fearest God, seeing thou hast not withheld thy son, thine only son, from me. ആമേൻ. വിശ്വാസത്തിൽ ജയിച്ചവന് ഹല്ലേലൂയ കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരിക്കുന്ന ആട്ടിൻകുട്ടിയുടെ വെളിപ്പെടുവാൻ തുടങ്ങിയ. Yes, Abraham, he believed God, and yes, hallelujah, because of Abraham's faith, hallelujah, God revealed, God showed him a ram caught in a thicket. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ച നന്മയാണ് വെളിപ്പെട്ടത് ഹല്ലേലൂയ അവിടെ വന്നത്. This is the goodness, hallelujah, God revealed for his saints. ആമേൻ. ഇന്ന് പകലും നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ ശക്തമായ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും കാണാൻ കഴിയാത്ത മറിഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ തന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്നുള്ള സംശയമില്ല. If there is a manifestation of the hallelujah, the worship of children of God, hallelujah, mighty way happens, Mr. Yes, I am sure, hallelujah, God will show the manifestation of his promises in our life. ആമേൻ. ഇസ്രായേലിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിച്ച് ഹല്ലേലൂയ മോശയിൽ കൂടി ഹല്ലേലൂയ തന്റെ ജനവുമായി ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് ഹല്ലേലൂയ അവർ ചെങ്കടലിന്റെ മുൻപിൽ എത്തുകയാണ്. Yes, God delivered his people out of the hand of Egypt. Hallelujah. Now they are traveling from their homes and they came to the shore of Red Sea. ആമേൻ. ജനം പുറകോട്ട് നോക്കുമ്പോൾ ഇസ്രായേൽ സൈന്യങ്ങളുമായി ഹല്ലേലൂയ അവരുടെ പുറകിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. Now once they look behind, yes, here come Pharaoh with a mighty power, with his all chosen chariots. Hallelujah. He was pursuing all these Israel people who escaped from their homes. ആമേൻ. ഇരുവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വലിയ പാറക്കെട്ടുകൾ അവർ കാണാം. Once they look on the side, both sides, they can see the big mountains. ചെങ്കടൽ ഹല്ലേലൂയ മുൻപിൽ ചെങ്കടൽ ഹല്ലേലൂയ ആർത്തൊഴുകുകയാണ്. And in front of them, they can see the stormy waves of the Red Sea. ഇതൊക്കെ അവരുടെ വിശ്വാസത്തിനെതിരായി നിൽക്കുകയാണ്. It's all challenging their faith. ദൈവം 4 സൈഡും അടച്ചു കഴിഞ്ഞു. God closed 4 sides of their life. കാരണം അതിന്റെ നടുവിൽ ദൈവത്തിന് ഒരു വഴി തുറക്കുവാനുണ്ട്. Because God has
God has to open an invisible door for them. ആമേൻ. നടുവിൽ ദൈവത്തിന്റെ കരം ഹല്ലേലൂയയുടെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. And God is working all night for them. ആമേൻ. നാലാളിലെ ജനം നോക്കി കഴിഞ്ഞാൽ അവിടെ ജനം പിറുപിറുക്കാൻ തുടങ്ങിയാണ്. Once the people look at the Red Sea and all kind of circles and they start murmuring and complaining. ആമേൻ. പറയുകയാണ് ഞങ്ങൾക്ക് ഇസ്രായേലിലേക്ക് മടങ്ങി പോകുന്നത് നല്ലതെന്ന്. And they spoke negative words against God. It was better for us to be in Egypt than to come and die in the wilderness. ആമേൻ. അവിടെ ആയിരുന്നെങ്കിൽ ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ പല ഭക്ഷണങ്ങളുടെ കാര്യം അതെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചേനെ എന്ന് അവർ പറയുന്നുണ്ട്. So we were sitting by the meat pots and all the leeks and onions and cucumber and all kind of things. We are remembering which we received while we were in Egypt. ആമേൻ. മോശ ഹല്ലേലൂയ ദിവസങ്ങളിൽ കരയാൻ തുടങ്ങി. Moses started crying in the presence of the Lord. ആമേൻ. ദൈവം പറയും മകനേ നീ കരയണ്ട, ഇന്ന് ജനത്തിനിടയിൽ ഞാൻ ഒരു അപൂർവ കാര്യം വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. God said to Moses, don't cry and don't weep. I am going to show my mighty hand upon the children of Israel. ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഹല്ലേലൂയ സ്വന്തം ഒറ്റയാൾ മാത്രമേ ഉള്ളൂ. മോശ മാത്രം ഹല്ലേലൂയ സ്വന്തം ആ മോശയ്ക്ക് വേണ്ടി ദൈവത്തോട് വെളിപ്പെടുകയാണ്. We can see the cry. We can only see Moses who is standing for the Lord and God's hand is revealed for the hallelujah for Moses. ആമേൻ. ദൈവത്തിന് ഹല്ലേലൂയ വലിയൊരു ഭൂരിപക്ഷം ആവശ്യമില്ല. God doesn't need a majority to work. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ജനം മുന്നോട്ട് നോക്കുമ്പോൾ അടിച്ചു വരുന്ന ഹല്ലേലൂയ കടൽത്തിരയാണ് അവിടെ When കാണുന്നത്. the children of Israel look forward, yes, they can see a stormy, wavy, hallelujah, Red Sea. ആമേൻ. തന്നെ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ ആഴിയുടെ ഹല്ലേലൂയ സമുദ്രനടിയിൽ കൂടി ദൈവം പാത ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. God has been preparing a path underneath the problem. ആമേൻ. ഹല്ലേലൂയ. മറിഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടണമെങ്കിൽ വിശ്വാസത്തിന്റെ വടി കരങ്ങളിൽ എടുക്കണം. We need to take the hallelujah rod of faith in our hand. Then only the hidden hallelujah blessings which are hidden in your problems is going to be revealed in front of you. ഹല്ലേലൂയ. നോക്കിക്കഴിഞ്ഞാൽ ഈ ആമേൻ മോശയുടെ കയ്യിലിരിക്കുന്ന വരം ആ വടി ഹല്ലേലൂയ സ്തോത്രം 4 വർഷങ്ങള് 40 വർഷക്കാലം ഹല്ലേലൂയ സ്തോത്രം ആടുകളെ മേയ്ക്കാൻ ഉപയോഗിച്ചതാണ്. And we can see the rod in the hand of Moses, which was he has been using it hallelujah to tame them and sheep for 40 years. Once he was looking after his father-in-law's sheep. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഈ വടി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഹല്ലേലൂയ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു അപൂർവ കാര്യങ്ങൾ ചെയ്യാനുള്ള ഹല്ലേലൂയ സ്തോത്രം ആമേൻ അവിടെ ദൈവത്തിന്റെ അധികാരം ഹല്ലേലൂയ അവിടെ കൂടി ലഭിക്കുകയാണ്. Once he put the rod in the presence of the Lord, Moses' rod became God's rod on the road. Hallelujah. God was using it to do hallelujah supernatural miracles in the presence of Israel people. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യത്തിലോട് നാം കയറി കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ നമ്മുടെ കരങ്ങളിൽ കൂടി നമ്മുടെ നാവിൽ കൂടി ദൈവത്തിന്റെ അനേക വിടുതലുകൾ വെളിപ്പെടുവാൻ ഇടയായി തീരും. There are a lot of deliverances should happen hallelujah from through our hands and through our mouth. Hallelujah. Once we are in the spiritual realm. ആമേൻ. നമ്മുടെ മുൻപിൽ മലകൾ പോലുള്ള പ്രശ്നങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നാളേക്ക് നടുവിൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നെങ്കിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന്റെ നടുവിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം മലകളെ നീക്കുവാൻ ഇടയായി തീരും. We will have mountain like problems in our life, in our day-to-day life, but if you walk with Jesus Christ with faith, hallelujah, God will give you that faith hallelujah, which is able to move the mountains in front of you and you will see the miracles of God. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയ പാതയിൽ കൂടി ഹല്ലേലൂയ ലക്ഷക്കണക്കിന് ആൾക്കാർ ഹല്ലേലൂയ അക്കരെ എത്തുവാൻ ഇടയായി തീർന്നു. Yes, hallelujah, through the dry land in the Red Sea. Yes, all these 3 million people, they came on the other side of the Red Sea. ആമേൻ. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയ പാതയിൽ കൂടിയാണ് ശത്രു സൈന്യവും ഹല്ലേലൂയ യാത്ര ചെയ്തത്. The enemies came also walking in the same road which God prepared for his own children. ഹല്ലേലൂയ. ശത്രുവിന് ദൈവം ഒരുക്കിയ പാതയല്ലത്. That path was not for the enemy. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആ പാതയിൽ അവർ നടന്നപ്പോൾ അവരെ ഹല്ലേലൂയ നിശേഷം ഹല്ലേലൂയ സംഹരിച്ചു കളയുവാൻ ഇടയായി തീർന്നു. That's why God was able to, yes, hallelujah, God destroyed the enemies. ആമേൻ. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പിടിക്കും കൊള്ളവങ്കടും എന്നൊക്കെ എന്റെ ആശ അവരെ കൂടി പൂർത്തിയാകും എന്നൊക്കെ അവർ വിളിച്ചു പറഞ്ഞിരുന്നു. Yes, the Pharaoh challenged the people. Pharaoh challenged the people. Hallelujah, we will pursue, we will overtake, we will take my sword. Hallelujah, my lust shall be fulfilled through me. Hallelujah. So he was challenging all Israel people through this challenging verse. ആമേൻ. ശത്രു ഏത് വഴിയിൽ ചെന്ന് ജനത്തെ നശിപ്പിക്കുന്നു പറഞ്ഞു അതേ വഴിയിൽ തന്നെ അവിടെ നാശത്തിന് കാരണമായി തീരുമാനം. Whichever path the enemy said I am going to destroy you, hallelujah, that same path that God destroyed the enemy's army. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ മുന്നിൽ ആരാധന വെളിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. After they came out of Red Sea, yes, they started worshiping with Miriam. ആമേൻ. മിരിയാം തപ്പുവിടുന്ന് ആമേൻ എടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. Miriam, hallelujah, she was playing the harp and she was dancing and praising God. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവമാണ് ഹല്ലേലൂയ സൃഷ്ടികളെ വഴി തുറന്നിരിക്കുന്നത്. God is the one opening the door for ministry. ആമേൻ.
നിന്റെ തലമുറയ്ക്കുള്ള വഴി ദൈവമാണ് തുറന്നിരിക്കുന്നത്. God is the one opening the hallelujah path for your എന്നാൽ generation. ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിയുകയില്ല. No enemy can come against you. അവൻ ജനം വീണ്ടും മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. Now people are in the desert. അവർക്ക് ഹല്ലേലൂയ സ്വത്രമായ പല ദിവസങ്ങളായി കഴിഞ്ഞപ്പോൾ വിശപ്പ് അവരെ അലട്ടി. And now they are hungry and thirsty. ആമേൻ. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവരുടെ കണ്ണിന് മുമ്പിൽ അവർ കണ്ടവരാണ്. They already have seen the miracles, hallelujah, which happened in front of their eyes. ആമേൻ. ഹല്ലേലൂയ സ്വന്തമെല്ലാം മറന്നു കളഞ്ഞവർ ഹല്ലേലൂയ പിറുപിറുക്കാൻ തുടങ്ങി. But they started murmuring and complaining by forgetting all the mighty works God has done in their life. ആമേൻ. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരും. And they are asking, who will feed us in this wilderness? ആമേൻ. ഇന്നലെ വിടുതൽ കണ്ട ദൈവത്തെ ആരാധിച്ച ജനമാണ് പിറുപിറുക്കാൻ തുടങ്ങിയത്. The same people who saw the mighty works of God in their life, they started murmuring and complaining against God. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ തന്നെ വന്ന് ആമേൻ താൻ പറയുന്നു, വലിയ മരണത്തിൽ ഇത്ര വലിയ മരണത്തിൽ നമ്മളെ വിടുവിച്ച ദൈവം നമ്മെ മേലാൽ വിടിപ്പാൻ ശക്തനെന്ന് പറയുവാൻ ഇടയായി തീർന്നു. And Paul says that the God who delivered us from all these mighty powers of the enemy, he's going to deliver us in the coming days also. ആമേൻ. നോക്കി കഴിഞ്ഞാൽ മോശ നെടുമ്പാട് വീണ് ദിവസങ്ങൾ കരയാൻ തുടങ്ങി. And Moses fell down and cried in the presence of the Lord because of murmuring and complaints of people. ആമേൻ. ദൈവം പറഞ്ഞു, മോശേ, ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കാൻ പോവുകയാണ്. And God said, Moses, I am going to open the windows of heaven for you. ആമേൻ. ഹല്ലേലൂയ സ്വത്രം മറിഞ്ഞിരിക്കുന്ന മന്ന ഹല്ലേലൂയ സ്വത്രം അവിടൊക്കെ ഹല്ലേലൂയ നൽകി ഹല്ലേലൂയ അവരെ ആമേൻ മുന്നിൽ അനുഗ്രഹിച്ചു. ആമേൻ. കണ്ടുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചിറക്കിയത്. God says, hallelujah, I have seen the hidden manna in front of your eyes, and I have prepared for your people the hidden manna. That's why I called you and your children. ആമേൻ. ജനത്തിന് ചെങ്കടലിൽ മാത്രമല്ല ആകാശത്തിൽ കൂടി ദൈവത്തിന്റെ ഹല്ലേലൂയ സ്വത്രം വഴിയുണ്ടെന്ന് ഹല്ലേലൂയ മനസ്സിലാക്കുന്നതിനിടയായി തീർന്നു. And the people understood not only in the Red Sea, but also there is a path in the heavens also for his children. ആമേൻ. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ഹല്ലേലൂയ സ്വത്രം സൃഷ്ടിയിലാവട്ടെ ജോലിയിലാവട്ടെ അത് വെളിപ്പെട്ട് വരുവാൻ തക്കണം ഇടയായി തീരും. The path of God, the mighty works of God is going to be revealed, hallelujah, in heaven and earth for his children. ആമേൻ. ദൈവം തന്റെ മക്കളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും വലുതാണ്. God's plans and purpose about his children is very great. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ലഭിച്ച ജനം സന്തോഷിച്ച് മുന്നോട്ട് പോയെങ്കിലും പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ പിറുപിറുക്കാൻ തുടങ്ങുകയായി തീർന്നു. Yes, hallelujah, they had some pleasure, they are happy once they hallelujah found water and bread, but they again started murmuring and complaining. അവർ പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്വത്രം അപ്പം ഞങ്ങൾക്ക് വെച്ചെന്നാൽ ഹല്ലേലൂയ ഇറച്ചി ഹല്ലേലൂയ ഈ മരുഭൂമിയിൽ ആർ ഞങ്ങൾക്ക് തരുമെന്ന്. Now they say, hallelujah, yes, you gave us bread, but who going to give us meat? ആമേൻ. ദൈവത്തിന് അറിയാം എപ്പോൾ നിനക്ക് അപ്പം വേണമെന്ന് ഇറച്ചി വരണമെന്ന്. God knows what time you need to get hallelujah meat or hallelujah water or bread. ആമേൻ. ഹല്ലേലൂയ. കൽപ്പാൻ കഴിയാവണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നുണ്ട് ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ. God's hallelujah hands are not shortened that he cannot function. God's ears are not dull that he could not hear. ആമേൻ. രക്ഷിപ്പാൻ കഴിയാവണം കരക്കുറി പോയിട്ടില്ല. God's hands are not shortened that he cannot save you. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഫറവോൻ അറിയാത്ത വഴിയാണ് ദൈവം ചെങ്കടൽ തുറന്നത്. Yes, Pharaoh had no clue how God is going to work, but hallelujah, this was a hidden path which God opened in front of his children. ആമേൻ. ഹല്ലേലൂയ. സ്വത്രം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഹല്ലേലൂയ സ്വത്രം ജനത്തിന് ആവശ്യമായ മന്ന കൊടുക്കാൻ കഴിയുമെങ്കിൽ ലോകത്തിന്റെ കടലിന് നടുവിൽ വഴി തുറന്നു തന്നെ ജനത്തെ നടത്താൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. Yes, what God is able to open windows of heaven and feed his children with manna, and this same God is able to open a path in the Red Sea and make his people walk through the dry land in the midst of the Red Sea. ആമേൻ. ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന നമ്മുടെ നാവ് കർത്താവിന്റെ മേശയെടുക്കുന്ന നമ്മുടെ നാവ് ഒരിക്കലും പിറുപിറുക്കാനോ ആമേൻ ദൈവമല്ലാത്ത ഒരു വേടുകൾ പറയാനോ നാം ഒരിക്കലും ഒരുങ്ങരുത്. God says you should not murmur or complain, hallelujah, with the same tongue which you speak in tongue, and you should not speak any negative words should come out of your mouth, hallelujah, which is against the word of God. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു, ചെങ്കടൽ വഴി തുറക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ മരുഭൂമിയിൽ മന്ന നിന്ന് പോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ ജനത്തിന് ആവശ്യമായ മാംസം തരുവാൻ എനിക്ക് കഴിയുകയില്ലയോ? God says, am I not hallelujah strong enough to give you hallelujah meat? The same God who gave you manna in the wilderness, the same God hallelujah who is able to provide a path in the midst of the Red Sea. Yes, I am able. I can help your children. ആമേൻ. മോശേ, ഞാൻ കാറ്റിനെ ഹല്ലേലൂയ ആമേൻ ഒരു കാറ്റിനെ ഹല്ലേലൂയ അടുപ്പിക്കാൻ ഹല്ലേലൂയ കടലിലേക്ക് അടുപ്പിക്കാൻ പോവുകയാണ്. As God spoke to Moses, I'm going to send an east wind to the sea.
ആമേൻ. ഹല്ലേലൂയ. കടലിൽ കിടക്കുന്ന ഹല്ലേലൂയ അടിത്തട്ടിൽ കിടക്കുന്ന ലിവ്യാഥാന്റെ തലയെ തകർത്ത് കാടകളാക്കി ജനത്തിന് ആമേൻ അവർക്ക് കൈകൊണ്ട് പിടിക്കത്തക്ക രീതിയിൽ പാളയത്തിൽ നാളെ തരുമെന്ന് ഹല്ലേലൂയ മോശയോട് പറയാൻ നിൽക്കണയായി തീർന്നു. He said, I'm going to send a wind over the sea and I'm going to hallelujah smite the Leviathan which is in the hallelujah sea and I am going to bring quails hallelujah and by the camp of the Israel people. ആമേൻ. ജനം നോക്കി കഴിഞ്ഞാൽ അവർക്ക് കടൽ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ അതിന്റെ അടിത്തട്ടിൽ നിന്ന് കിടക്കുന്ന ഹല്ലേലൂയ സ്വന്തം ഇറച്ചി അവരാൽ ദൈവം കരുതി വെച്ചിരിക്കുന്നവർ കാണാൻ കഴിഞ്ഞില്ല. Yes, when people look, they only see the hallelujah Red Sea and waves, but they are unable to see the Leviathan which is under the sea and hallelujah the mighty works of God is hidden from our eyes. ആമേൻ. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള പ്രതികൂലങ്ങൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. Once we look at around our life, we only see the hallelujah problems and obstacles hallelujah surrounding you. ആമേൻ. എന്നാൽ നമ്മുടെ ദൈവവിശ്വസ്തനാണ്. അവൻ നമ്മുടെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ ഓരോന്നായി നമ്മുടെ കൂടാരത്തിൽ എത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. Our God is faithful enough to bring the hallelujah fulfillment of the promises in our life. ആമേൻ. ദൈവത്തിന്റെ വഴി നിഗൂഢമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. Yes, God's ways are always perfect. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കുകയും അത് വാഗൊണ്ടേറ്റുകയും പറയണം. എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. We have to believe with our heart and we have to confess it with our mouth that our God is able to do mighty works in my life. ആമേൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് വചനം പറയുന്നത്. The word of God says if you believe you shall see the glory of God. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ സ്വന്തം പുതിയ നിയമത്തിലേക്ക് കടരാം. മത്തായി 21:42 ആർക്കെങ്കിലും വായിക്കാം. Matthew 21:42. Said unto them, did you never read in the scripture, the stone which the builders rejected, the same is become the head of the corner? This is the Lord's doing, and it is marvelous in our eyes. ആമേൻ. ഹല്ലേലൂയ. സ്വതന്ത്ര ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ പറഞ്ഞ് അതിന് ശേഷമാണ് യേശുക്രിസ്തു ഹല്ലേലൂയ തള്ളിക്കളഞ്ഞ കല്ലിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. Hallelujah. Yes, God after speaking about the vineyard, hallelujah, parable, now he is speaking about the stone which was rejected by the hallelujah builders. ആമേൻ. ഇത് ഹല്ലേലൂയ സ്വതന്ത്ര ഇത് കർത്താവിനാൽ സംഭവിച്ചതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And God says it is happened by the Lord. This is the Lord's doing and it is marvelous in our eyes. ആമേൻ. പലപ്പോഴും ദൈവം ഹല്ലേലൂയ കർത്താവിനാൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ ആശ്ചര്യവും അത്ഭുതമായിരിക്കും. Whatever hallelujah work God has done in our life, it is marvelous and wonderful and supernatural in front of our eyes. ആമേൻ. തള്ളപ്പെട്ട കല്ല് ഇന്ന് തള്ളപ്പെട്ട് കിടക്കുകയില്ല. The stone which was rejected, hallelujah, by the people, which will not be rejected forever. ആമേൻ. ദൈവം ഹല്ലേലൂയ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് അത്ഭുതകരമാക്കി മാറ്റും. And God will bring that stone, hallelujah, from that rejected position. You bring it, you will honor that stone and it will be marvelous in the eyes of the people. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ സമയം ഹല്ലേലൂയ കുടുംബത്തിൽ തള്ളലേറ്റവരുണ്ട്, ശത്രുവിനാൽ തള്ളലേറ്റവരുണ്ട്, ഹല്ലേലൂയ സ്വന്തം കൂട്ടുകാരാൽ തള്ളപ്പെട്ട ഹല്ലേലൂയ അങ്ങനെയുള്ള ആൾക്കാരോട് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ചർച്ച ചെയ്യുകയാണ്. And Spirit of God is speaking to people who are rejected by the family, who are rejected by the friends, who are rejected by the enemies. Yes, God says, God is speaking and touching your heart today. Hallelujah, you will not be rejected forever and ever. One day God will honor you. God will bring you in the front line. ആമേൻ. ഈ കല്ലിനെ പറ്റിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളപ്പെട്ട എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ട കല്ല് ഇത് സംഭവിച്ച കർത്താവിനാൽ സംഭവിച്ചതാണ്. And God says that this is Lord's doing and the rejection and isolation happened by the Lord and this is Lord's doing and it is marvelous in our eyes. ആമേൻ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വരുന്ന എന്ത് സംഭവിച്ചാലും അത് ദൈവം അറിയാതെ സംഭവിക്കുകയില്ല. One thing I can tell you, nothing happens in your life without the knowledge of God. ആമേൻ. അപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു ചിന്ത വേണം. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. We have to understand all the time, yes, everything happening in my life, it is by the knowledge of God. Nothing happens without His knowledge. ആമേൻ. ദൈവം നമുക്ക് സ്വതന്ത്രം ഉറപ്പ് തരുന്നുണ്ട്. നിങ്ങളുടെ തലയിലെ ഒരു മുടിയെങ്കിലും താഴെ വീണാൽ കർത്താവ് അറിയാതെ സംഭവിക്കുന്നില്ലെന്ന്. God gives you that assurance that one hair, hallelujah, is falling from your head, hallelujah, it is by the knowledge of God. ആമേൻ. ഉറപ്പുള്ളവർക്കായി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. I glorify God for the people who understand these things. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ കാര്യങ്ങളൊക്കെ ദൈവത്താൽ സംഭവിക്കാറുണ്ട്. There are a lot of things, everything is happening by the knowledge of God. ആമേൻ. എന്നാൽ ശത്രു ചിലത് സംഭവിക്കാറുണ്ട്. But there are certain things happening by the enemy. ആമേൻ. ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പുറകിൽ വിടുതലും അനുഗ്രഹവും വെളിപ്പെട്ട് വരും. If God is behind the work, yes, you will see the blessing and the deliverance in your life. ആമേൻ. ഹല്ലേലൂയ സ്വത്രം. ഹല്ലേലൂയ. പലപ്പോഴും പലരും നിന്ദിതരായി ഹല്ലേലൂയ സ്വത്രം തീരുന്നതൊക്കെയും അതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്.
There is a plan for everything which is happening in your life. There's a plan of God in your life because people may reproach you, people may put you down, people may call you names, they may despise you. But children of God, for a season it may be a hard thing to go through. But God says, I know what is going on in your life, and I have a purpose and plan in your life. God has a timing, His own timing. Amen. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for those who believe it. ആമേൻ. ആമേൻ. മനുഷ്യനാലെ കർത്താവിനാൽ സംഭവിച്ചതാണെങ്കിൽ അത് ആ കുറച്ച് നാൾ കഴിയുമ്പോൾ മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യ അത്ഭുതകരമായി മാറും. It will be marvelous in the eyes of the people if it is happening by the Lord. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കല്ല് ആമേൻ തള്ളിക്കളഞ്ഞത് ആരാണെന്ന് പറയുന്നുണ്ട്. And here it is written that who rejected the stone. ആമേൻ. വീട് പണിയുന്നവരാണ് ഹല്ലേലൂയ കല്ല് തള്ളിക്കളഞ്ഞത്. That's Matthew 21:42. Jesus said unto them, did you never read in the scriptures, the stone which the builders rejected, the same is become the head of the corner. This is the Lord's doing, and it is marvelous in our eyes. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണിയുമ്പോൾ അതിന്റെ പ്ലാൻ വരയ്ക്കാൻ ഒരു എഞ്ചിനീയർ ഉണ്ട്. And for example, once you build a house, hallelujah, to make a plan you need an engineer. Hallelujah. അതിന്റെ കല്ലുകളൊക്കെ പണിയാൻ മേസൺസും ഹെൽപ്പേഴ്സും ഉണ്ട്. There's a stone smith. Hallelujah. All smiths are there to help and build with the stone work. ആമേൻ. ഹെൽപ്പേഴ്സ് ഒക്കെ ബ്രിക്കും സ്റ്റോണും ഒക്കെ എടുത്ത് ഹല്ലേലൂയ മേസന്റെ കയ്യിൽ കൊടുക്കുവാൻ ഓരോന്ന് വെച്ച് മുകളിലോട്ട് കയറുന്നത് നമുക്ക് കാണാൻ ഇടയായി തീരും. The helpers bring the stones and iron and everything and to the smith, and he is hallelujah putting the stones in order. ആമേൻ. അതിനിടയിൽ ഹല്ലേലൂയ സ്വതന്ത്രം ഹെൽപ്പർ കൊടുത്ത കല്ല് ഹല്ലേലൂയ ചുമരിൽ വെക്കുവാൻ കാണാം മേസൻ ഹല്ലേലൂയ വരുമ്പോൾ ഹല്ലേലൂയ അതൊരിക്കലും ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ ഷേപ്പ് കൊണ്ട് ഹല്ലേലൂയ ശരിയാകുന്നില്ല. And the mason, he look at the stone hallelujah which is given by the helper, and once he look at the stone, it is very different and in shape and color and hallelujah all kind of nature, and he thought this I cannot hallelujah fit. I'm building the temple, so hallelujah he will throw in the trash. ആമേൻ. ഹല്ലേലൂയ. ആ കല്ല് മേസൻ ഹല്ലേലൂയ എടുത്ത് ഹല്ലേലൂയ എറിഞ്ഞു കളഞ്ഞു. അതാണ് തള്ളപ്പെട്ട കല്ല്. And this is a rejected stone because it was rejected by the hallelujah builder. ആമേൻ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരാൽ തള്ളപ്പെട്ട ഹല്ലേലൂയ അവഗണിക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ചില കല്ലുകളിൽ നിന്ന് പകൽസമയം ഉയരാൻ പോവുകയാണ്. And God says, if you are rejected by your own people, if you are rejected by your hallelujah your society, hallelujah, God says, hallelujah, if that is your situation, I'm going to bring you in the front line. I'm going to honor you, hallelujah, and the people will know this is happened by supernatural God's work. ആമേൻ. എന്റെ ജീവിതത്തിൽ സംഭവിച്ചല്ല നന്മയ്ക്കായി ദൈവം തീർത്തെന്ന് സാക്ഷ്യം പറയത്തക്കൽ ദൈവം ഹല്ലേലൂയ ആക്കി തീർക്കാൻ പോവുകയാണ്. And God says all things work together for good for those who love God and those who are according to His purpose, and you're going to witness and justify hallelujah the work of God in your life. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യേശു ഹല്ലേലൂയ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു ഉപമയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. When Jesus concluding this message, hallelujah, He is telling a parable. ആമേൻ. അതിന് മുമ്പായിട്ട് 21 ഹല്ലേലൂയ സ്തോത്രം ആമേൻ 33 മുതൽ 42 വരെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. 21:33-42. ആമേൻ. യേശു പറഞ്ഞു, ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. Verse 33, here another parable. There was a certain householder which planted a vineyard and hedged it round about and digged a winepress in it and built a tower and let it out to husbandmen and went into a far country. And when the time of the fruit drew near, he sent his servants to the husbandmen that they might receive the fruits of it. And the husbandman took his servants and beat one and killed another and stoned another. Again he sent other servants more than the first, and they did unto them likewise. But last of all he sent unto them his son, saying, they will reverence my son. But when the husbandmen saw the son, they said among themselves, this is the heir, come, let us kill him, and let us seize on his inheritance. And they caught him and cast him out of the vineyard and slew him. When the Lord therefore of the vineyard cometh, what will he do unto those husbandmen? They say unto him, he will miserably destroy those wicked men, and will let out his vineyard unto other husbandmen, we shall render him the fruits in their seasons. Jesus said unto them, did you never read these scriptures? The stone which the builders rejected, the same is become the head of the corner. This is the Lord's doing, and it is marvelous in our eyes. ഹല്ലേലൂയ. സ്തോത്രം. കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. തന്റെ ദാസന്മാരെയൊക്കെയും അവർ കൊന്നു കളയാൻ ഇടയായിരുന്നു. We know that the servants which was sent by the owner, hallelujah, they killed all those. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. സ്വന്തം പുത്രൻ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഇവനാണ് അവകാശി, ഇവനെ കൊന്നു കഴിഞ്ഞാൽ അവകാശം മുഴുവൻ നമുക്ക് ഇരിക്കുമെന്ന് പറഞ്ഞ് ആ പുത്രനെയും കൊല്ലുവാൻ ഇടയായി തീർന്നു. And last of all he sent his only son,
thinking they will have respect unto him. But when the husbandmen saw the son, hallelujah, they said among themselves, "This is the heir. Come, let us kill him and let us seize on his inheritance." ആമേൻ. ദൈവം നമ്മളെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ പല വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. While we are in this planet Earth, that God has given us a lot of promises. ആമേൻ. ആ വാഗ്ദത്തങ്ങൾ എങ്ങനെയും തടസ്സപ്പെടുത്തുവാനാണ് ശത്രു എപ്പോഴും ഹല്ലേലൂയ പ്ലാനുകൾക്ക് ഹല്ലേലൂയ ഒരു കൂട്ടുന്നത്. But enemy has a plan to hinder all the promises. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ അതുപോലെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കുടിയാന്മാർ പറയുന്നത്, വരുവീൻ, ഇവൻ ഏക അവകാശി, ഇവനെ കൊന്ന് അവന്റെ അവകാശം നമ്മൾ കൈവശമാക്കണമെന്ന്. The husbandmen saw the son and said, "This is heir. Come, let us kill him and let us seize on his inheritance." And they caught him and cast him out of the vineyard and slew him. ഈ പറഞ്ഞ ശേഷമാണ് യേശു പറഞ്ഞ, വീട് പണിയുന്ന തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. After telling this parable, Jesus was saying, "Yes, hallelujah, builder, the stone which was rejected by the builders, that stone became the chief cornerstone." ആമേൻ. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ലായി മാറിയെന്നാണ് അവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. And in 1 Peter, chapter 2, it says the stone, hallelujah, which was rejected by the builders, that stone became the chief cornerstone, and he became the living stone. ആമേൻ. ദൈവത്തെ ആരാധിക്കുവാൻ, സത്യലാത്മാവിൽ ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ച അനേകർക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഇവിടെ മുന്നിൽ ഉണ്ടാകുന്നുണ്ട്. And once you look around, yes, if you are called by the hallelujah, called by God, and you walking with the Lord, yes, you have all the reproaches and afflictions and turmoils and all kind of persecutions. Hallelujah, that is not abnormal. ആമേൻ. ദൈവവചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്വന്തം നമുക്ക് ഹല്ലേലൂയ മനുഷ്യർ തള്ളിക്കളഞ്ഞ അനേക കല്ലുകളെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. Once you read in the book of Bible, yes, from Genesis to Revelation, you can see lot of stories, lot of people, they were rejected by their own people. യാക്കോബിന്റെ മകൻ ജോസഫ് തള്ളപ്പെട്ട ഒരു കല്ലായിരുന്നു. And Joseph, the son of Jacob, was a rejected stone by his own brethren. അവൻ തള്ളപ്പെട്ട നിമിത്തം അവൻ സ്വന്തം ഭവനത്തിന് ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ രക്ഷകനായി മാറുവാൻ തക്കവണ്ണയായിരുന്നു. Yes, eventually Joseph became the savior of his family, his brothers, hallelujah, because he was rejected stone. ആമേൻ. ദൈവം ജോസഫിനെ മാനിച്ചു. God honored Joseph. ആമേൻ. ജോസഫിനോട് ചോദിച്ചാൽ ജോസഫ് പറയും, എന്തുകൊണ്ട് സ്വന്തം സഹോദരന്മാർ തള്ളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് പറയും, അവർക്ക് എന്നോട് വിരോധമില്ല. And if you ask Joseph, why did your brethren, hallelujah, forsake you and rejected you? And then Joseph would say, yes, they did not hate me. ആമേൻ. ജോസഫിന് ഹല്ലേലൂയ പറയാൻ കാരണമുണ്ട്. കൂടെ ഹല്ലേലൂയ സ്തോത്രം സഹോദരന്മാർ പറയാണ്ട് അവരെ ഹല്ലേലൂയ സ്തോത്രം ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അവരോട് ചില കാര്യങ്ങൾ പറയാൻ തക്കവണ്ണയായി തീർന്നു. And Joseph, hallelujah, he had a dream, and yes, he spoke to his brothers the interpretation of the dream. ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടെ എന്നെ നമസ്കരിക്കുന്നു പറഞ്ഞു. And one day the dream was he saw, yes, the sun and moon and stars, yes, 11 stars were bowing down before Joseph. അവൻ സഹോദരന്മാർ തന്നെ വ്യാഖ്യാനിച്ചവർ പറഞ്ഞു, ഹല്ലേലൂയ, മാതാപിതാക്കളും ഞങ്ങളും എല്ലാം അവനെ നമസ്കരിക്കുമോ എന്ന്. And while he was explaining this dream, hallelujah, his father and his brothers said, hallelujah, what did you say? Hallelujah, and your mother and all these brothers and father will worship you. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പനോട് പറഞ്ഞു, ഹല്ലേലൂയ അവരോട് പറഞ്ഞു, ഹല്ലേലൂയ അവരതൊന്ന് ക്ഷമിക്കുകയും ചെയ്തു. And yes, father said that they forgiven the dream. ആമേൻ. എന്നാൽ വീണ്ടും ജോസഫ് ഒരു സ്വപ്നം കണ്ടു. അവൻ ആ സഹോദരന്മാരോട് വിവരിച്ചു, നാം എല്ലാവരും ഒരു വയലിൽ ഹല്ലേലൂയ കൊയ്തുകൊണ്ട് നിൽക്കുന്ന ഹല്ലേലൂയ ഒരു ദർശനം ഞാൻ കണ്ടു. Again Joseph said, I had another dream. Yes, we were in the field and we were, hallelujah, we were having harvest, and there was 12 sheaves of the grain bow down before my grain. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവർക്ക് ഇത് കേട്ടപ്പോൾ അവർക്ക് വലിയ കോപമുണ്ടായി. Now they are angry, but after explaining the second dream to the brothers. എന്നാൽ പിതാവ് ഇത് മനസ്സിൽ കരുതിയിരുന്നു. And the father kept this verse saying in his heart. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. യോസേഫിന്റെ അകത്ത് അഭിഷേകത്തിന്റെ ഒരു എഴുന്നേൽപ്പുണ്ടെന്ന് ശത്രുവിന് ഹല്ലേലൂയ അറിയാമായിരുന്നു. The enemy knows one day Joseph will come out in power in a mighty way of the Holy Spirit. ആമേൻ. നീയല്ല, നിന്റെ ജോലിയല്ല വിഷയം. ശത്രുവിന് ഹല്ലേലൂയ ആമേൻ നിന്നൊരു അഭിഷേകം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിൽ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാണ് അവന്റെ ശ്രമം. Enemy doesn't care about your work or money or appearance or anything, but once he understands that you have an anointing inside you, the enemy will work against the anointing. ആമേൻ. സഹോദരൻ പറഞ്ഞു, സഹോദരങ്ങൾ പറഞ്ഞു, സ്വപ്നക്കാരൻ ഇവനെ ഇല്ലാതാക്കിയാൽ അവന്റെ സ്വപ്നം അതോടൊപ്പം തീരുമെന്ന് പറഞ്ഞു. One day Joseph was coming to the field to feed his own brothers with the food. Hallelujah. Then here come the brothers say, here come the dreamer. Hallelujah. We're going to kill him and throw him in the pit, and hallelujah, let us see where his dreams are.
അവൻ ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ വരും ദിവസങ്ങൾ നീ എന്താവും, നിന്റെ ശുശ്രൂഷയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ശത്രുവിന് നല്ലതായിട്ട് അറിയാം. The devil knows, hallelujah, God's plan in your life in the coming days, who you're going to become. Hallelujah, that's the enemy will work against you in every corners of your life, every angles of your life. Enemy wants to defeat you. അവൻ ഈ പട്ടണത്തിൽ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും വരച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. And God already planned and designed, hallelujah, the future of every one of, hallelujah, his children, hallelujah, in this city. അവൻ ആർക്കും തകർക്കുവാൻ കഴിയില്ല. But nobody can destroy you. അവൻ എന്നാൽ എന്റെ മുമ്പിൽ അനേകം അത്ഭുതമാക്കി നിങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. But God is going to honor you as a mighty thing of God in the presence of other people. അവൻ അതുകൊണ്ടാണ് മറ്റാർക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. That's why you're going to face all kind of problems, hallelujah, which you never thought you will go through this kind of problems. അവൻ അത് കർത്താവിനാൽ സംഭവിച്ചു, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. God says this is Lord's doing and it is marvelous in the eyes of people. അവൻ തള്ളപ്പെട്ട കൂട്ടത്തിൽ ജോസഫും ജിപ്താവും ഒക്കെയും തള്ളപ്പെട്ടു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലുടനീളം ഉണ്ടായത് സൂത്രം അങ്ങനെയൊന്നുമല്ല. And Joseph was a rejected stone and Jephthah was a rejected stone. But once you study about David, there was a different thing happened in David's life. അവൻ ദാവീദിന്റെ ജീവിതത്തിൽ സൂത്രം അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ തന്നെ പറയാണ്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചിരിക്കുന്നു. സൂത്രം അങ്ങനെ പറഞ്ഞ ഒരു ആളിനെ ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. We will not see anyone who said my father and mother forsake me, but David. ദാവീദിനോട് നമുക്ക് ചോദിക്കാം, ദാവീദേ, നിനക്ക് നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? If you ask David, what happened that your parents forsook you? പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ തള്ളലേറ്റ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. David, in the Old Testament, David was one of the most rejected persons in the Bible. ദാവീദിന്റെ ഓരോ സങ്കീർത്തനം എടുത്താലും നിലവിളിയും കരച്ചിലും ആമേൻ, ഞാൻ ഉറക്കെ നിലവിളിക്കുന്നു, എന്റെ നിലവിളി കേൾക്കണമേ. എന്താ ദാവീദ് ഇത്രയും നിലവിളിക്കാൻ കാരണം? If you read all the Psalms, most of the Psalms of David, hallelujah, we can see David is crying aloud and David is weeping and mourning. And if you ask David, why are you, David? You are so crying so loud. What happened in your life? സങ്കീർത്തനം 27:10 വായിക്കുന്നത്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. Psalms 27:10 says, my father and mother forsook me. ആമേൻ, ഹല്ലേലൂയ. വചനത്തിലൊന്നും അതിന് പ്രത്യേക കാരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. We don't see much reasons why David was so rejected in the Bible. എന്നാൽ യഹൂദ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. But we will understand if you read the history of Jewish people. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളല്ല. What I'm going to say is not in the Bible. ആമേൻ, ഇശ്ശായിക്ക് 7 പുത്രന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. And Jesse, his father had only 7 sons. എട്ടാമതായി ജനിച്ചവനായിരുന്നു ദാവീദ്. The 8th one is David. ആമേൻ, ഇശ്ശായിയുടെ വീട്ടിൽ നിസ്സേബത്ത് എന്ന ഒരു ദാസി മോവാബി സ്ത്രീ ഉണ്ടായിരുന്നു. And Jesse in his house had a servant lady, and her name is a Moabitess woman, and she's a servant. ആമേൻ, ഇത് ദൈവവചനത്തിൽ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. It's not written in the Bible. ഇവരുടെ ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ്. This is from the history. ആമേൻ, ചരിത്രം നോക്കുന്നു. ഇശ്ശായിയുടെ പിതാവായിരുന്നു ഓബേദ്. And the father of Jesse was Obed. ഓബേദിന്റെ അപ്പനായിരുന്നു ബോവസ്. Obed's father was Boaz. ബോവസിന്റെ ഭാര്യയായിരുന്നു രൂത്ത്. Boaz's wife was Ruth. രൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു. Ruth is a Moabitess woman. ആമേൻ, ബോവസ് മോവാബി സ്ത്രീയായ രൂത്തിനെയാണ് വിവാഹം ചെയ്തിരുന്നത്. Boaz married a Moabitess woman. Her name is Ruth. അവൻ വിവാഹത്തിന് ശേഷം രൂത്ത് ബോവസിന്റെ വീട്ടിലെ യജമാനത്തിയായി മാറി. And Ruth became the mistress of the queen of the house. അവൻ ഒരിക്കലും ഒരു മോവാബ് സ്ത്രീയുടെ ദാസിയായിരിക്കാൻ യഹൂദ സ്ത്രീ വരികയില്ല. Never will be a Jewish lady will not be willing to be a servant of a Moabitess woman. പഴയ നിയമത്തിൽ നോക്കാൻ അബ്രഹാം മുതൽ ഉള്ളവർക്ക് ദാസിമാരുണ്ടായിരുന്നാണ് വചനത്തിൽ കാണുന്നുണ്ട്. And the word of God we can see in the Old Testament, even from Sarah onwards, all the ladies have a servant girls. യാക്കോബിനും അബ്രഹാമിനും ഒക്കെ ദാസിമാരിൽ നിന്ന് മക്കൾ ജനിക്കാൻ കാരണമായിത്തീർന്നു. Abraham and Jacob, they had children from the maidens. അന്നത് സാധാരണമായിരുന്നു. That was common thing happened at that time of the world. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ ഇശ്ശായിയുടെ വീട്ടിൽ നിസ്സേബത്ത് എന്ന പേരുള്ള ഒരു മോവാബി സ്ത്രീ ഉണ്ടായിരുന്നു. And Ruth's house, hallelujah, there was a lady, Jesse's house, there was a lady, servant lady, who is from Moabite. Her name is Mishabel. അവനോട് പറഞ്ഞ രഹസ്യപുത്രനായി ജനിച്ച മകനാണ് ദാവീദ്. അതുമൂലം അവനെ ഉപേക്ഷിക്കാൻ കാരണം. The history says, hallelujah, this
this David is a hidden son, hallelujah, born from this Shepherd. ആമേൻ. വേദപണ്ഡിതാക്കൾ പറയുന്നത് തന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഹല്ലേലൂയ സ്തോത്രം കൂടുതലും ദാവീദുടെ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. David, hallelujah, it was written in the hallelujah Psalms, hallelujah, everything happened in the life of David. ആമേൻ. ഹല്ലേലൂയ അവന്റെ ജനത്തെ ഓർത്ത് എഴുതി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറയപ്പെടുന്നു. അവന്റെ ദാസിയിൽ നിന്ന് സങ്കീർത്തനം 114 പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്, യഹോവേ ഞാൻ നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ എന്നോട് എഴുതിയിട്ടുണ്ട്. In Psalms 116 it is written there, Lord, hallelujah, I am your servant and I am your maiden son. ഒരു ഭാഗത്ത് പറയുന്നത് ഞാൻ രഹസ്യത്തിലോ ഉണ്ടാകപ്പെട്ടത്. And another place it says in Psalms 139, I am, hallelujah, I am made in secret. ആമേൻ. സങ്കീർത്തനം 51:5 ഹല്ലേലൂയ പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം പാപത്തിൽ എന്റെ അമ്മേനെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നതെന്ന്. And in Psalms 51 verse 5 says, my mother has shaped and I was shapen in iniquity and in sin did my mother conceive me. ആമേൻ. അന്തർഭാഗത്തിൽ എന്നെ ഹല്ലേലൂയ ജ്ഞാനം ഗ്രഹിപ്പിക്കണമെന്ന് നോക്കി ദാവീദ് പറയുന്നുണ്ട്. And David says, hallelujah, thou dishest truth in the inward parts and in the hidden part thou shalt give me known wisdom. ദാവീദ് എല്ലാവരുടെയും ദൃഷ്ടിയിൽ നിന്നതിനായി തീർന്നു. And in the eyes of people and his brothers, David was despised and rejected. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ തുടർന്ന് പറയുകയാണ്, ഞാൻ മദ്യപന്മാരുടെ പാട്ടായി മാറി. And then David says, I am the song of drunkards. ആമേൻ. എന്നെ വെളിയിൽ കാണുന്നവർ തല കുലുക്കുന്നു. And people once they see me outside, they are shaking their head. ആമേൻ. എന്നെ നിന്ദിക്കുന്നതിനെ പരിഹസിക്കുന്നു. And they were teasing me and mocking me. ശരണം എനിക്ക് പോയിരിക്കുന്നു. My trust is gone. ഹല്ലേലൂയ. എല്ലാവരുടെയും ദൃഷ്ടിയിൽ ദാവീദ് ദാസിയുടെ മകനാണ്. And in the eyes of everyone, David is the son of a servant maid. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എന്റെ ഉള്ളത്തിലും ആ ഒരു ചാച്ചിന്ത കടന്നു വരുമായിരുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് കൂടുതലും ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും മൂത്ത മക്കളോടും മകനാണോ മകളാണേലും ഏറ്റവും ഇളയതിനോടും ഏറ്റവും കൂടുതൽ സ്നേഹമായിരിക്കും. And I was wondering why David, it is written in Psalms 27:10, my father and mother forsook me, hallelujah, because I was thinking usually, hallelujah, the oldest and the youngest, hallelujah, children, hallelujah, are the favorite of the parents. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇത്ര 7 മക്കൾ ഉണ്ടായിട്ടും ഹല്ലേലൂയ ഈ ഇളയ മകൻ ഹല്ലേലൂയ സ്തോത്രം ചെറുപ്പമായ മകനെ മാത്രം എന്തുകൊണ്ടാണ് ഈ ആടുകളെ നോക്കാൻ ആ വനത്തിലേക്ക് വിടുന്നത്? And I was wondering, he had all 7 elder brothers, and how come hallelujah the Jesse and his wife sent only the youngest one to look after take care of the sheep in the wilderness? ആമേൻ. അവിടെ വനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം കരടിയും സിംഹവും ഒക്കെയുള്ള ഒരു വനത്തിലാണ് ഇവൻ ആടുകളെ മേയ്ക്കാൻ പോയിക്കൊണ്ടിരുന്നത്. And David was feeding the sheep in the wilderness where there was a lion and bear. ഹല്ലേലൂയ സ്തോത്രം. ഇശ്ശായി തന്റെ മറ്റു മക്കളെ ആരെയും അവന്റെ കൂടെ അയച്ചില്ല. And Jesse did not send any other children with him. എന്നാൽ ദൈവം അവനെ കണ്ടിരുന്നതുകൊണ്ട് ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇടയായി തീർന്നു. No, because God has a plan upon David. Hallelujah. God was able to protect him from lion and bear. ആമേൻ. മോവാബ് സ്ത്രീയിൽ നിന്ന് അവൻ ഹല്ലേലൂയ ആയതുകൊണ്ട് പലയിടത്തും വിലക്കപ്പെട്ടവനാണ്. And he was hindered, hallelujah, in many places, hallelujah, because hallelujah, he was the child of Moabitess. ആമേൻ. മോവാബിയരുടെ 10ാം തലമുറക്കാരനായിട്ടാണ് ദാവീദിനെ ജനിക്കുന്നത്. And David was the 10th generation of Moabitess generation. ആമേൻ. ഇശ്ശായിയുടെ 7 പുത്രന്മാർ ദൈവത്തിന്റെ ആലയത്തിൽ പോകും. And all these and the 7 sons of Jesse, and they went to temple. ആമേൻ. ന്യായപ്രമാണം വിലക്കിയോണ്ട് ദാവീദിന് ആലയത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. And because the hallelujah law, he was hindered by the law, he could not go to the temple. ആമേൻ. സഹോദരന്മാർ ആലയത്തിൽ പോയി വന്നു കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പറയും ഹല്ലേലൂയ ആമേൻ ആരാധന വലിയ ദൈവസാന്നിധ്യമായി നോക്കുകയും ഇവൻ കേൾക്കാറുണ്ടായിരുന്നു. And he always he heard from the mouth of his brothers, so it was a great presence of God, hallelujah, in worship. ആമേൻ. അതൊക്കെയും ആലയത്തിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ അവന്റെ ദുഃഖം സങ്കീർത്തനങ്ങളിൽ കൂടി നമ്മൾ അറിയാൻ കഴിയും. And we can see the sorrow, hallelujah, in the heart of David through the Psalms. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, ആമേൻ, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം. And that's why we can see in the Psalms 27:5, yes, I asked one thing from the Lord, hallelujah, that's what I desired in my heart. ആമേൻ. എനിക്ക് യഹോവയെ ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ കാണണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. I want to inquire in his temple and I want to dwell in the house of the Lord forever. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. തുടർന്ന് നമ്മൾ കാണുന്ന ഇപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി മാറിയിരിക്കുന്നു. And now he says, now I am a miracle I am a wonder in the eyes of many people. ദൈവം എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. And God is a great strength for me and refuge for me. ആമേൻ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിക്കും.
God will fulfill the desires of your heart. ആമേൻ. ദൈവം നിന്റെ ആഗ്രഹമൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. God will fulfill, God will grant your request. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദിവസങ്ങളിൽ കരഞ്ഞത് ഒരിക്കലും വൃഥാവായി പോകുകയില്ല. Nothing, hallelujah, your prayers and your worship and your fastings and nothing will go in vain. ആമേൻ. ദൈവത്തിന്റെ ആലയത്തിൽ പോകാനുള്ള അവന്റെ ആഗ്രഹം, അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ ഇടയായി തീർന്നു. And God gave him an answer for all his hallelujah request in the presence of the Lord. 122 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് പറയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചെന്ന്. And Psalms number 122 verse 1 says, when they said, hallelujah, let us go to the temple of the Lord, my heart rejoiced. ആമേൻ. തന്റെ സഹോദരന്മാർ തന്നെ വിളിക്കുകയാണ്, നമുക്ക് ആലയത്തിലേക്ക് പോകാമെന്ന്. And his children, his brothers are calling David, let us go to the temple of the Lord. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 118-ന്റെ 21, 22, 23 വായിക്കുമ്പോൾ, ദൈവമേ നീ എനിക്ക് ഉത്തരമരുളി, എനിക്ക് രക്ഷകനായി തീർന്നിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. And Psalms 118, 20, 21 and 22 says, Lord, you be my savior, hallelujah, and you be my salvation. ആമേൻ. വീട് തള്ളിക്കളഞ്ഞ മുല്ല ആമേൻ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. And I'll praise thee, for thou hast heard me and hast become my salvation. The stone which the builders refused is become the headstone of the corner. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. This is the Lord's doing and it is marvelous in our eyes. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഹല്ലേലൂയ പരസ്യമായിരിക്കും അതിന്റെ ഉത്തരം വരുന്നത്. Once you pray in secret in the presence of the Lord, God will honor you publicly. ആമേൻ. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കുവാൻ, ദൃഷ്ടിയിൽ ആശ്ചര്യമാക്കുവാൻ, അങ്ങനെ ദൈവത്തിന്റെ മഹത്വം കാണേണ്ടതിന് ദൈവമേ ഞാൻ നിന്നെ നോക്കി കാത്തിരിക്കുന്നെന്ന് ദാവീദ് പറയാൻ ഇടയായിരുന്നു. David says, Lord, I want to, hallelujah, I'm looking for you, I'm waiting for you. I want to see your beauty. Hallelujah, I want to dwell in the temple of the Lord forever. ആമേൻ. ഹല്ലേലൂയ. ദേവാലയത്തിൽ തന്റെ ഇടത്തും വലത്തും സഹോദരന്മാരാണ് ഇരിക്കുന്നത്. And you can see him, hallelujah, his right and left side in the temple, and his brothers are sitting. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് പാടുകയാണ് 133-ാം സങ്കീർത്തനം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു, അവിടെയാണ് അനുഗ്രഹവും ശാശ്വതമുള്ള ജീവൻ കൽപ്പിച്ചിരിക്കുന്നത്. And Psalms 133 says, behold how good and how pleasant it is for brethren to dwell together in unity. It is like the precious ointment upon the head that ran down from the beard, even Aaron's beard that went down to the skirts of his garments. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദിന് ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യാതൊരു ചാൻസും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം അവനെ കണ്ടിരുന്നതിനാൽ ദൈവം ഹല്ലേലൂയ അവന് വേണ്ടി കരുതിയിരുന്നത് വലുതായിരുന്നു. Hallelujah. Whatever God has prepared for David was great and it was honorable. Hallelujah. Hallelujah. In spite of all the problems and obstacles in his life. ആമേൻ. ദാവീദിന്റെ അപ്പൻ മറ്റ് 7 മക്കളെയും സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനായിട്ട് ദാവീദിനാണ് ആയിത്തീരുവാൻ തക്കവണ്ണം. Yes, even though, hallelujah, David's father loved all the brothers, but hallelujah, God honored David and he said he is the man after God's own heart. ആമേൻ. നമ്മുടെ ഭവനക്കാരുടെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലൊക്കെ നമ്മൾ ചെറുതായി തോന്നിയെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ. സ്തോത്രം. അതൊന്നും ഹല്ലേലൂയ നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. You should have hallelujah thought in your heart, hallelujah, who am I in the presence of the Lord, in spite of hallelujah how small I am in the midst of all my brothers and hallelujah my family members. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദാവീദിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ചരിത്രം ഇതാണ് പറയുന്നത്, അതുകൊണ്ടായിരിക്കാമെന്ന് ഞാനും ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഇത് ശരിയോ തെറ്റാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും ഇതിൽ കുറവുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ അത് ക്ഷമിക്കുക. Forgive me if I made a hallelujah controversial topic, hallelujah, because I was always wondering what is happening, but this is not in the Bible. But what I said, it is a historic topic. So hallelujah, if you cannot agree with it, don't hallelujah, don't believe it. It's okay, hallelujah, because I don't know whether it is correct or not. ദൈവങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. Let us surrender in the eyes of the Lord. ആമേൻ. ദൈവം നമ്മളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. Let us praise Him for the words God spoke to us through Him. ആമേൻ. മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് ഹല്ലേലൂയ. സ്തോത്രം. മൂലക്കല്ലായി തീർന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിക്ക് ആശ്ചര്യമായിരിക്കുന്നു. The stone which the builders rejected became the chief cornerstone, and it is marvelous in the eyes of the people, and it is the Lord's doing. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും പല